Example 3.2. In example 3.1, the electron drift speed is estimated to be only a few millimeter per second for currents in the range of a few amperes. How then is the current established almost the instant at a circuit is closed? ഒരു സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ എങ്ങനെയാണ് കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ എന്ത് ചെയ്യും? എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യാൻ തുടങ്ങും. എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തല്ല കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം തന്നെ എന്ത് ചെയ്യുന്നു? എല്ലാ ഇലക്ട്രോൺസും ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഒരു ഇതിലുള്ള എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നതും അവരൊന്ന് കൊളിഷൻ നടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. The electron drift arises due to the force experienced by the electrons in the electric field inside the conductor, but force should cause acceleration. Why then do the electrons acquire a steady average drift speed? പക്ഷെ എന്താണ് ഫോഴ്സ് എന്ത് ചെയ്യും? ഒരു ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നു? കോസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ്? ആവറേജ് ഡ്രിഫ്റ്റ് സ്പീഡ് എടുക്കുന്നില്ല. ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കൊളിഷൻ നടക്കണം. ഇലക്ട്രോൺസ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്സിലറേറ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നു? വന്ന് അടുത്ത ഇലക്ട്രോണിൽ തട്ടുമ്പോൾ അത് കൊളിഷൻ ആണ്. കൊളിഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ അത് റെസ്റ്റിലോട്ട് വന്ന് പിന്നെ അടുത്ത ഇലക്ട്രോൺ ടച്ച് ചെയ്യുന്നു, കൊളിഷൻ ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? റാൻഡം ആയിട്ടുള്ള കൊളിഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ആവറേജ് സ്പീഡ് എടുക്കുന്നത്. അതാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് സ്പീഡ് ആണ് വിളിക്കുന്നത്. ഈസി പാർട്ട് വസ്തു. If the electron drift speed is so small, the electron charge is small, how can we still obtain large amount of current in a conductor? അതായത് ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് സ്പീഡ് എന്താ? വളരെ സ്മാൾ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? സ്മാൾ ആണ്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ലാർജ് എമൗണ്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇലക്ട്രോൺ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? വലുതാണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് സ്മാൾ ആയിക്കോട്ടെ, എന്താ നമ്മുടെ ഡ്രിഫ്റ്റ് സ്പീഡ് ഒക്കെ സ്മാൾ ആയിക്കോട്ടെ, പക്ഷെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺ നമ്പർ എടുക്കുമ്പോൾ അത് എന്താ? എത്ര വരും? അറൌണ്ട് ഒരു 10⁻29 റേഞ്ച് വരും. ആ 10⁻29 ഇലക്ട്രോൺസൂടെ ഒരു കുഞ്ഞു സ്പീഡിലാവുമ്പോൾ എന്താവും? അതൊരു നല്ല സ്പീഡാവും. അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഡി. When electrons drift in a metal from lower to higher potential, does it mean that all the free electrons of the metal are moving in the same direction? അല്ല. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? റാൻഡം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ പാർട്ട് വസ്തു. Are the paths of the electrons straight lines between successive collisions with the positive as the metal in the absence of electric field, in the presence of electric field? ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിലെ പാത്ത് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാകുമ്പോൾ എന്താണത്? കർവ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. Example 3.3. An electric toaster uses nichrome for its heating element. When a negligible small current passes through it, its resistance at room temperature 27 degrees Celsius is found to be 75.3 ohm. When the toaster is connected to a 230 volt supply, the current settles after a few seconds to a steady value of 2.68 ampere. What is the steady temperature of the nichrome element? The temperature coefficient of resistance of nichrome averaged over the temperature range involved is 1.7 into 10⁻⁻4 degrees Celsius raised to -1. ഒരു ഇലക്ട്രിക് ടോസ്റ്റർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നിക്രോം യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഹീറ്റിംഗ് എലിമെന്റ് ആയിട്ട്. അതിലൊരു നെഗ്ലിജിബിളി സ്മാൾ കറണ്ട് പാസ് ചെയ്ത് ഇപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നടാ? 75.3 ഓം ആയിരുന്നു. അപ്പൊ R1 = 75.3 ഓമും T1 എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസും ആണ്. When the toaster is connected to a 230 volt supply, ഒരു ടോസ്റ്റർ എന്ത് ചെയ്യുന്നു? 230 volt സപ്ലൈ കൊടുത്തപ്പോൾ കറണ്ട് സെറ്റ് ചെയ്തു. ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ് ടു എ സ്റ്റഡി വാല്യൂ ഓഫ്, അപ്പോൾ ഉള്ള കറണ്ടിന്റെ വാല്യൂ I2 എത്ര തന്നിട്ടുണ്ട്? 2.68 ആംപിയർ ആണെന്നും അവിടുത്തെ വോൾട്ടേജ് സപ്ലൈ ചെയ്ത വോൾട്ടേജ് 230 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ R2 എനിക്ക് കണ്ടുപിടിച്ചൂടെ? R2 = V ഡിവൈഡഡ് ബൈ I2 എടുത്താൽ മതി. ദാറ്റ് ഈസ് 230 ഡിവൈഡഡ് ബൈ 2.68 എടുത്താൽ മതി. ഒരു 230 ഡിവൈഡഡ് ബൈ 2.68 അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 85.8 ഓം എന്ന് കിട്ടും. 85.8 ഓം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി മക്കളെ? R2 കിട്ടി. ഇനി വാട്ട് ഈസ് ദ സ്റ്റഡി ടെമ്പറേച്ചർ ഓഫ് ദ നിക്രോം എലിമെന്റ്? അപ്പൊ ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ഈ T2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ എത്രാൻ തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി റെസിസ്റ്റൻസ് എത്രാൻ തന്നിട്ടുണ്ട്? 1.7 into 10⁻⁻4 ഡിഗ്രി സെൽഷ്യസ് raised to -1 ആണ് തന്നിട്ടുണ്ട്. എനിക്ക് പറയടാ, നമുക്കറിയാം ആൽഫ = എന്താണ്? R2 - R1 ഡിവൈഡഡ് ബൈ R1 into T2 - T1 ആണ് അല്ലെ? ഇതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് T2 - T1 = R2 - R1 ഡിവൈഡഡ് ബൈ ആൽഫ R1 എന്ന് കിട്ടൂലേ? കിട്ടും. R2 - R1 എത്ര കിട്ടും? 85.8 - 75.3
ഡിവൈഡഡ് ബൈ 75.3 ഇൻറ്റു ആൽഫ എത്രയാടാ 1.7 ഇൻറ്റു n റേസ് ടു -4. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറൗണ്ട് എത്ര കിട്ടുമെന്ന് അറിയാമോ? 820 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. എത്ര കിട്ടും? 820 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. നമുക്ക് T2 അല്ലേ വേണ്ടത്? T2 ഈസ് ഈക്വൽ ടു 820 പ്ലസ് T1 എന്ന് കിട്ടും. T1 എത്രയും മക്കളെ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 820 പ്ലസ് 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 847 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ സ്റ്റഡി ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 847 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 3.4. The resistance of the platinum wire of a platinum resistance thermometer at the ice point is 5 ohm. Ice point തന്നിട്ടുണ്ട് 5 ohm എന്നും സ്റ്റീം പോയിന്റിൽ എത്രയാണ് 5.23 ohm എന്നും തന്നിട്ടുണ്ട്. ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ 5 ohm അതുപോലെ സ്റ്റീം പോയിന്റ് എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ 5.23 ohm ആണ്. When the thermometer is inserted in a hot bath, ആ ഒരു ഹോട്ട് ബാത്തിൽ ഒരു തെർമോമീറ്റർ ഇൻസർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്ലാറ്റിനം വേണ്ട റെസിസ്റ്റൻസ് എത്രയായി മക്കളെ? 5.795 ohm ആയി. എങ്കിൽ ആ ഒരു ബാത്തിന്റെ കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബാത്ത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസ് 3 റെസിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? RT മൈനസ് R0, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് ഇൻറ്റു 100 എടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയാടാ? T is equal to RT minus R0 divided by R100 minus R0 into 100. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ T is equal to RT എത്രയാണ്? 5.795 മൈനസ് R0 ഐസ് പോയിന്റിലുള്ള എത്രയാ? 5 ഡിവൈഡഡ് ബൈ സ്റ്റീം പോയിന്റിലുള്ളത് എത്രയാ? 5.23 മൈനസ് ഐസ് പോയിന്റിലുള്ളത് 5 ഇൻറ്റു 100. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് എത്ര ഇട്ടോടാ? ഇതെനിക്ക് 0.795 5.795 5 പോയാൽ 0.795 ഡിവൈഡഡ് ബൈ 5.23 5 പോയാൽ 0.23 ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഈസിക്കൽ ടു 345.65 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. എത്ര കിട്ടും? 345.65 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോവാം. Example 3.5. A battery of 10 volt and negligible internal resistance is connected across the diagonally opposite corners of a cubical network consisting of 12 resistors, each of resistance 1 ohm. Determine the equivalent resistance of the network and the current along each edge of the cube. അതായത് നമുക്ക് എന്താ ഒരു ക്യൂബിക് റെസിസ്റ്റർ, അതായത് ഒരു ക്യൂബിന്റെ 3D സർക്യൂട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 12 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഓരോ റെസിസ്റ്റേഴ്സ് ഓരോ വെച്ചിട്ടാണ്. അതിൽ ഓരോരുത്തരുടെ ഉള്ള കറണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതിൽ ഓരോ എഡ്ജിൽ കൂടെ ഉള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിൽ ഒരു കുഞ്ഞി ഷോർട്ട് കട്ട് അറിയാൻ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയാം, ഒരു ക്യൂബിന്റെ ഇതാ തന്നിട്ടുള്ളെങ്കിൽ 3 കാര്യം അറിയണം. അതിന്റെ എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റ്, അതായത് ഇവിടെ ഇപ്പൊ എയും സി ഡാഷും തന്നിട്ടുണ്ടല്ലോ. ഈ ഒരു വയർ ഇങ്ങോട്ട് കണക്ട് ചെയ്തെന്നുണ്ടോ? ഇത് ഈ പോയിന്റിലും ഇത് ഒരു ക്യൂബിന്റെ ഒരു കോർണറിലും മറ്റേത് അതിന്റെ എപ്പുറത്താണ് ബോഡി ഡയഗണലിന്റെ, അതായത് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ക്യൂബിന്റെ ബോഡി ഡയഗണലാ അല്ലെ? നമുക്ക് അതിൽ 3D ഷേപ്പ് എടുത്ത് വെച്ച് മനസ്സിലാവും. ഈ ഒരു എ സി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്യൂബിന്റെ ബോഡി ഡയഗണലാണ്. അപ്പൊ ബോഡി ഡയഗണൽ അക്രോസ് ഉള്ള എന്താണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ബോഡി ഡയഗണൽ അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആ ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കറിയാം R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാവൂടാ? R ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 10R/12 ആണ്. 10R/12 അല്ലെങ്കിൽ 5/6R ആണെന്ന് അറിഞ്ഞിരിക്കാം. ബോഡി ഡയഗണലിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ്, ബോഡി ഡയഗണലിലാണ് വയർ കണക്ട് ചെയ്തത്. എന്നിട്ട് അതിന് അറൗണ്ടല്ല ആ ഒരു ബേസിലാണ് നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 10R/12 ആണ്, അല്ലെങ്കിൽ 5/6R ആണ്. ഇനി ഫേസ് ഡയഗണലാണ്. ഇപ്പൊ എക്കും ബിക്കും ഇടയ്ക്കാണ് നമ്മൾ വയർ കണക്ട് ചെയ്ത് എക്കും ബിക്കും ഇടയ്ക്കുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്താണ്? ഫേസ് ഡയഗണലാണ്. ഈ ഫേസ് ഡയഗണൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ R ഇക്വലന്റ് എന്ന് പറയുന്നത് എത്ര ആയെന്ന് അറിയാമോ? 9R/12 ആയിരുന്നു. ഫേസ് ഡയഗണലാണെങ്കിൽ 9R/12 ആയിരുന്നു. നമുക്ക് അതിനെ 3/4R എന്ന് എഴുതാം. ഫേസ് ഡയഗണലാകുമ്പോൾ 9R/12. ഇക്വേഷൻ ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചും ചെയ്യാം, മറക്കാതെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. മറ്റേതാണെങ്കിൽ എന്താ 10R/12 ഫേസ് ആകുമ്പോൾ എത്ര വരുവാ? 3/4R അല്ലെങ്കിൽ 9R/12 എന്ന് വരും.
ഇനി ഒരു എഡ്ജിന് അക്രോസ്, ഈ എ ബി എന്ന് പറയുന്ന എഡ്ജിന് അക്രോസ് ഉള്ളതാ ക്വസ്റ്റ്യൻ എങ്കിൽ, എ ബി എന്ന് പറയുന്നത് എഡ്ജിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, ഇവിടെ രണ്ടിടത്ത വയർ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7R/12 എന്ന് എത്തിയത്. എഡ്ജിന് അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ 7R/12 എന്ന് എത്തിയത്. അപ്പോൾ ഒരു ക്യൂബ് എടുത്ത് ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, സിമെട്രിക്കൽ മെത്തേഡ് ഒക്കെ വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. പക്ഷെ അതെന്ത് അറിഞ്ഞിരിക്കുക, ഒരു ക്യൂബിന് അക്രോസ് ഉള്ള ബോഡി ഡയഗണൽ ആണെങ്കിൽ 5/6R ആയിരിക്കും, കാരണം അത് ചെയ്യാൻ നമുക്ക് സമയം എടുക്കത്തില്ല. അപ്പൊ അത് 5/6R ആയിരിക്കും. ഫേസ് ഡയഗണൽ ആണെങ്കിൽ 3/4R ആയിരിക്കും. അതുപോലെ എഡ്ജിന് അക്രോസ് ഉള്ള ആണെങ്കിൽ 7R/12 ആയിരിക്കും. ഈ 3 കാര്യം എന്ത് ചെയ്യാം മക്കളെ? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ എ സിക്ക് അക്രോസ് അല്ലേ വയർ വോൾട്ട് കണക്ട് ചെയ്തിട്ടുള്ള, അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് അക്രോസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ബോഡി ഡയഗണൽ അക്രോസ് ഉള്ളതാ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ബോഡി ഡയഗണൽ അക്രോസ് ആണെങ്കിൽ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് എത്രയാ? 5/6R ആണെന്ന് പറഞ്ഞു. 5/6R. ഇവിടെ ആറിന്റെ വാല്യൂ എത്രയാ? എല്ലാ റെസിസ്റ്റൻസും സെയിം അല്ലേ? ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് 1 ഓം അല്ലേ? അപ്പൊ 5/6 ഇൻറ്റു എത്ര വരും? 1 വരും. അത് എത്ര കിട്ടും? 5/6 ഓം എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ? 5/6 ഓം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ കറണ്ട് കണ്ടുപിടിക്കാം, ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. കാരണം ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയി കണക്ട് ചെയ്ത വോൾട്ട് എത്ര നമുക്കറിയാം? 10 വോൾട്ട് ആണ്. എങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? അതായത് ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന കറണ്ട് ആണ് ഈ ടോട്ടൽ കറണ്ട്. അത് എത്രയാ മക്കളെ? 3I ആണ്. എത്രയാ? ഇവിടെ നമുക്കറിയാം 3I ആണ്. അപ്പൊ നമുക്ക് ഇക്വലന്റ് കറണ്ട്, അതായത് V ഈസിക്കൽ ടു നമുക്കറിയാം ഓംസ് ലോ പ്രകാരം IR ആണ്. അവിടുന്ന് I ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം? എനിക്ക് V/R എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എഴുതുമ്പോ I എത്രയാണ്? 3I ആണ്. ഈസിക്കൽ ടു V എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ R എത്രയാ മക്കളെ? 5/6 ആണ്. R ഇക്വലന്റ് 5/6 ആണ്. അപ്പൊ എത്ര കിട്ടും? 10 ഇൻറ്റു 6/5 എന്ന് കിട്ടും. ഇതും വെട്ടുമ്പോ 2 കിട്ടും. 12 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ 3I ഈസിക്കൽ ടു എത്ര കിട്ടി മക്കളെ? 12 എന്ന് കിട്ടി. അതായത് ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാന്ന് കിട്ടിയടാ? 12 ആംപിയർ ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഐയുടെ വാല്യൂ അവിടെ നിന്ന് കണ്ടുപിടിക്കാം. I ഈസിക്കൽ ടു എത്ര കിട്ടും? 12/3 ഈസിക്കൽ ടു എത്ര കിട്ടും? 4 ആംപിയർ എന്ന് കിട്ടും. I എത്ര കിട്ടും? 4 ആംപിയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോ എഡ്ജിൽ കൂടെ ഉള്ളതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓരോ എഡ്ജിൽ കൂടെ ഉള്ളത് പറയാം. ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന 12 ആംപിയർ. ഇവിടെ ഉള്ളതെല്ലാം എന്താണ്? I ആണ്. അപ്പൊ ഇവിടെ ഉള്ളത് 4 ആംപിയർ ആണ്. ഇവിടെ ഉള്ളതും 4 ആംപിയർ ആണ്. ഇവിടെ ഉള്ളത് I ആണ്. അപ്പൊ അതും 4 ആംപിയർ ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ എഡ്ജിൽ കയറി പോകുന്നത് I/2 ആണ്. അതായത് 4/2 എത്ര കിട്ടും? 2 ആംപിയർ ആണ്. ഈ എഡ്ജിൽ കൂടെ പോകുന്നത് എത്രയാണ്? I/2. അപ്പൊ 4/2 എത്ര കിട്ടും? 2 ആംപിയർ കിട്ടും. ഇതിന് I തന്നെയാണ്. അപ്പൊ എത്രയാണ്? 4 ആംപിയർ ആണ്. ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ I/2 ആണ്. I/2 ആകുമ്പോൾ ഇതിലേക്കൂടെ ഉള്ളത് എത്ര മക്കളെ? I/2 ആകുമ്പോൾ അതിലേക്കൂടെ ഉള്ളത് എത്രയാണ്? 4/2 2 ആംപിയർ ആണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 2 ആംപിയർ ആണ്. ഇവിടെ ആകുമ്പോൾ എത്രയാണ്? 4 ആംപിയർ ആണ്. അപ്പൊ I ഉള്ളിടത്തിൽ എത്ര? 4 ആംപിയർ. I/2 പോകുന്നിടത്തിൽ ഇത്ര വരും? 2 ആംപിയറും വരും. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? ജസ്റ്റ് ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബോഡി ഡയഗണൽ ആണെങ്കിൽ 5/6R, ഫേസ് ഡയഗണൽ ആണെങ്കിൽ 3/4R, ഇനി ഒരു എഡ്ജിന് അക്രോസ് ഉള്ളതാ തന്നതെങ്കിൽ 7R/12 എന്നായാലും. ഓക്കെ അല്ലേ? അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 3I ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഓംസ് ലോ പ്രകാരം I ഈസിക്കൽ ടു V/R ഇക്വേഷനിൽ ഇടുമ്പോൾ 3I ഈസിക്കൽ ടു 12 ആംപിയർ എന്ന് കിട്ടും. അതായത് ഇവിടുന്ന് പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാണ്? 12 ആംപിയർ ആണ്. അപ്പൊ ഓരോരുത്തർക്കൂടെയും പോകുന്ന കറണ്ട് I എന്ന് മാറ്റുള്ളതുകൊണ്ട് I കണ്ടുപിടിച്ചു. I എത്ര കിട്ടി? 4 ആംപിയർ എന്ന് കിട്ടി. I/2 എടുത്ത് 4/2 എടുത്ത് എത്ര കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3.6. Determine the current in each branch of the network shown in figure 3.17. ഈ ഒരു ഫിഗറിൽ ഷോൺ ചെയ്തിട്ടുള്ള പോലെ ഓരോ ബ്രാഞ്ചിൽ കൂടെയുള്ള എന്ത് കണ്ടുപിടിക്കണോടാ? കറണ്ട് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ബ്രാഞ്ചിലുള്ള അല്ലെങ്കിൽ ഓരോ ലൂപ്പ് എടുത്ത് സോൾവ് ചെയ്ത് കറണ്ട് നമുക്ക് ഓരോ I1, I2, I3 ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ ലൂപ്പ് എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഏതെടുക്കാം? ABCA എന്ന് പറയുന്ന ലൂപ്പ് എടുക്കാം. ABCA. എന്നിട്ട് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ABCA അല്ല, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കറണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ 4I2 പ്ലസ് ഇവിടെ വരുമ്പോൾ എന്താവും? 2 ഇൻറ്റു I2 പ്ലസ് I3. ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് I1 ഇൻറ്റു 1 ഇല്ലേ? അപ്പൊ I1 ഈസിക്കൽ ടു എത്ര വരും? 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. 4I2 പ്ലസ് 2 ഇൻറ്റു I2 പ്ലസ് I3 പ്ലസ് I1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4I2 പ്ലസ് 2I2 പ്ലസ് 2I3 പ്ലസ് I1
ഈസ് ഇക്വൽ ടു 10. അപ്പൊ ഇവിടെ നിന്ന് 6i2 പ്ലസ് 2i3 പ്ലസ് i1 ഈസ് ഇക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 6i2 പ്ലസ് 2i3 പ്ലസ് i1 ഈസ് ഇക്വൽ ടു 10. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു ബ്രാഞ്ച് എടുക്കാം. അടുത്തൊരു ലൂപ്പ് എടുക്കുമ്പോൾ ഏതെടുക്കാം? ADCA എടുക്കാം. ADCA. അപ്പൊ എങ്ങനെ വരും? ADCA എടുക്കുമ്പോൾ ഇവിടെ നിന്നല്ലേ പോണ കറണ്ട്. അപ്പൊ 4 into i1 മൈനസ് i2. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ടായെന്ന് പറഞ്ഞു, പക്ഷേ ഡയറക്ഷൻ തിരിഞ്ഞു. അപ്പൊ എന്തൊരു? -2 into i2 പ്ലസ് i3 മൈനസ് i1. ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ. പ്ലസ് i1 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4i1 മൈനസ് 4i2 മൈനസ് 2i2 മൈനസ് 2i3 പ്ലസ് 2i1 പ്ലസ് i1 ഈസ് ഈക്വൽ ടു 10. ഇവിടെ നമുക്ക് ഇനി എങ്ങനെ ചെയ്യടാ? 4i1 2i1 എത്ര കിട്ടും? 6i1 4i2 മൈനസ് 2i2 മൈനസ് 6i2 മൈനസ് 2i3 പ്ലസ് i1 ഈസ് ഈക്വൽ ടു 10. ഈ 6i1 കൂടെ എത്ര ആവും? 7i1 മൈനസ് 6i2 മൈനസ് 2i3 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഇക്വേഷൻ 2. ഇനി നമുക്ക് ഏത് ലൂപ്പ് ഉണ്ട്? ഈ ലൂപ്പിലെ DCDEB എന്ന് പറയുന്നൊരു ലൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെടുക്കാം. DCDEB. ആ ലൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കണ്ട 2 into i2 പ്ലസ് i3 പ്ലസ് ഇവിടെ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ. 2 into i2 പ്ലസ് i3 മൈനസ് i1. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഈസി കേൾട്ട് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ 2i2 പ്ലസ് 2i3 പ്ലസ് 2i2 പ്ലസ് 2i3 മൈനസ് 2i1 ഈസ് ഈക്വൽ ടു 5. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 4i2 പ്ലസ് 4i3 മൈനസ് 2i1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. 4i2 പ്ലസ് 4i3 മൈനസ് 2i1 ഈസ് ഈക്വൽ ടു 5. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ എന്തെന്ന് എടുക്കാടാ? ഇത് നമ്മുടെ ഇക്വേഷൻ 3 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്തിലോട്ട് എത്തണം? നമ്മുടെ ആൻസറിലോട്ട് എത്തണം. 3 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ 3 ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 6i2 പ്ലസ് 2i3 പ്ലസ് i1 ഈസ് ഈക്വൽ ടു 6i2 പ്ലസ് 2i3 പ്ലസ് i1 ഈസ് ഈക്വൽ ടു 10. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? 7i1 മൈനസ് 6i2 മൈനസ് 6i2 പ്ലസ് മൈനസ് 2i3 ഈസ് ഈക്വൽ ടു 10. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 4i2 പ്ലസ് 4i3 പ്ലസ് 4i3 മൈനസ് 2i1 ഈസ് ഈക്വൽ ടു 5. മൈനസ് 2i1 ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് i1 i2 i3 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? നമ്മൾ ആദ്യത്തെ ഈ 2 ഇക്വേഷൻ എടുത്താം. ഈ 2 ഇക്വേഷൻ എടുത്താൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് 2i3 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2i3 ഉണ്ട്, ഇവിടെ മൈനസ് 6i2 ഉണ്ട്, പ്ലസ് 6i2 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്താൽ ഈ 2 ടേംസ് ഇത് എന്ത് ചെയ്തോടാ? ഇത് രണ്ടും വെട്ടിപ്പോവും. ഈ 2i3 മൈനസ് 2i3 കൂടെ വെട്ടിപ്പോവും. നമുക്ക് എന്ത് എത്താം? 7i2 പ്ലസ് എന്ത് വരും? i1. ഇവിടെ 7i2 ആണോ? 7i1 ആയിരുന്നു അല്ലെ? 7i1 ആണ് കേട്ടോ. ഇവിടെ 7i1 ആണ്. അപ്പൊ നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 7i1 പ്ലസ് i1 എത്ര കിട്ടും? 8i1 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് i1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20/8 അല്ലെങ്കിൽ 10/4 ഈസ് ഈക്വൽ ടു 2.5 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 2.5 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? i1ന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 2.5 ആംപിയർ എന്ന് എത്തി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ എടുക്കാം? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുത്ത് ഈ ഒരു മൈനസ് കൊണ്ട് എല്ലാവർക്കും മാറ്റി വെക്കാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്ത് വരും? മൈനസ് 4i2 മൈനസ് 4i3 പ്ലസ് 2i1 ഈസ് ഈക്വൽ ടു മൈനസ് 5 എന്ന് കിട്ടും. ആ ഇക്വേഷൻ അല്ലേ? ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇതിനെ എന്ത് ചെയ്തൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയതാണ്. ഇനി നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into i1 എത്ര കിട്ടും? 2i1 പ്ലസ്
2i3 into 2 എത്ര കിട്ടും 4i3 പ്ലസ് 2 into 6i2 എത്ര കിട്ടും 12i2 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷൻ 4. ഓക്കെ അല്ലേ? ഇക്വേഷൻ 4 എങ്ങനെ കിട്ടിയത്? മൾട്ടിപ്ലൈങ് 2 into 1. ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയത്. ഇനി പറഞ്ഞേ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്തൊക്കെ പോടാ? ഈ -4i3 4i3 പോകത്തില്ല. ഇന്നത്തെ എനിക്ക് എങ്ങനെ എത്താം? 2i1 plus 2i1 4i1 4i2 12i2 plus 8i2 is equal to 20 plus minus 5 15 എന്ന് കിട്ടാം. 4 into i1 4 into 10/4 എത്ര കിട്ടാം? i1 10/4 അല്ല, അപ്പൊ 10 എന്ന് കിട്ടും. 10 plus 8i2 is equal to 15 എന്ന് കിട്ടും. ഇവിടെ നിന്ന് 8i2 is equal to എത്ര കിട്ടും? 5 കിട്ടും. i2 is equal to എത്ര വരും? 5/8 ആംപിയർ എന്ന് വരും. i2 എനിക്ക് എത്ര കിട്ടി? 5/8 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ i1 കിട്ടി, i2 കിട്ടി. ഓരോന്ന് നോട്ട് ചെയ്യാം. i1 കിട്ടി, i2 കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? i3 കിട്ടണം. എന്ത് കിട്ടണം? i3 കിട്ടണം. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 4 into i2ന്റെ വാല്യൂ എത്രയാ? 5/8 പ്ലസ് 4i3 മൈനസ് 2 into i1 എത്രയാണ്? i1 എന്ന് പറയുമ്പോൾ 10/4 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4ഉം 8ഉം കൂടെ വെട്ടാം. എത്ര കിട്ടും? ഇവിടെ 2 കിട്ടും. അപ്പൊ 5/2 പ്ലസ് 4i3 മൈനസ് ഇതും ഇതൂടെ വെട്ടിയ 2 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 10/2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോ 5/2 മൈനസ് 5/2 പ്ലസ് 4i3 ഈസ് ഈക്വൽ ടു 5. ഇവിടെ ഈ മൈനസ് 10/2 എന്ന് പറഞ്ഞാൽ എന്താ? -5. അത് ഇപ്പുറത്ത് വരുമ്പോൾ +5 ആവും. അപ്പൊ 4i3 ഈസ് ഈക്വൽ ടു 10 മൈനസ് 5/2 എന്ന് വരും. അത് എത്ര കിട്ടും? 20 മൈനസ് 5/2 ഈസ് ഈക്വൽ ടു 15/2 എന്ന് കിട്ടും. i3 ഈസ് ഈക്വൽ ടു എത്ര വരും? 15/2 into 4. അപ്പൊ എത്ര വരും? 15/8 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ i1 കിട്ടി, i2 കിട്ടി, i3 കിട്ടി. i1 എത്രയെന്ന് കിട്ടി? നമുക്ക് 2.5 ആംപിയർ അല്ലെങ്കിൽ 10/4 ആംപിയർ എന്ന് കിട്ടി. i2 എത്ര കിട്ടി? 5/8 ആംപിയർ എന്ന് കിട്ടി. i3 എത്ര കിട്ടി? 15/8 ആംപിയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കൺവ് കണ്ടുപിടിക്കാമല്ലോ. ഈ ബ്രാഞ്ച് ആകുമ്പോൾ ഇതെന്താണ്? i2 ആണ്. i2ന്റെ വാല്യൂ എത്രയായിരുന്നു? 5/8 ആംപിയർ ആണ് ഈ ബ്രാഞ്ചിലുള്ളത്. ഇത് i1 ആണ്. i1 എത്രയായിരുന്നു? 2.5 ആംപിയർ ആണ്. ഇനി ഇതെന്ന് പറയുമ്പോൾ i1 മൈനസ് i2 ആണ്. i1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 10/4 മൈനസ് i2 5/8 ആണ്. ഇവിടെ രണ്ടിടത്തും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? 20/8 മൈനസ് 5/8 കിട്ടും. എത്ര കിട്ടൂടാ? 15/8 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിലൂടെ ഉള്ളത് എത്രയാണ്? 15/8 ആംപിയർ ആണ്. ഈ 3 ബ്രാഞ്ച് ഓക്കെ. ഇനി ഈ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? i2 പ്ലസ് i3 ആണ്. i2 എത്രയാണ് കിട്ടിയത്? 5/8ഉം i3 എത്രയാണ്? 15/8 ആണ്. അപ്പൊ ആ ബ്രാഞ്ചിൽ കൂടെ ഉള്ളത് എത്രയാ? 20/8 ആംപിയർ ആണ്. അത് ഓക്കെ. ഇനി ഈ ബ്രാഞ്ച് ആകുമ്പോൾ i2 പ്ലസ് i3 മൈനസ് i1 ആണ്. അപ്പൊ 5/8 പ്ലസ് 15/8 മൈനസ് i1 എത്രയാ? 20/8. അപ്പൊ 5 പ്ലസ് 15 20/8 മൈനസ് 20/8. അപ്പൊ ഇതിലേക്ക് കൂടെ എന്തില്ല? കറണ്ട് ഇല്ല, 0 എന്ന് കിട്ടി. ഇനി ഈ ബ്രാഞ്ചിലുള്ളത് i3 ആണ്. i3 എത്രയാ മക്കളെ? 15/8 ആംപിയർ ആണ്. ഓക്കെ അല്ലേ? എല്ലാ ബ്രാഞ്ചിലൂടെ ഉള്ള നമുക്ക് കറണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Example 3.7. The 4 amps of a Wheatstone bridge have the following resistance: AB is equal to 100 ohm, BC is equal to 10 ohm, CD is equal to 5 ohm, and AD is equal to 60 ohm. Then a galvanometer of 15 ohm resistance is connected across BD. അതായത് BDക്ക് across ആയിട്ട് ഒരു 15 ohm resistance എന്ത് ചെയ്തിട്ടുണ്ട്? galvanometer കണക്ട് ചെയ്തിട്ടുണ്ട്. Calculate the current through the galvanometer when a potential difference of 10 volt is maintained across AC. ഒരു 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എ സിക്ക് അക്രോസ് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്താൽ ഈ ഗാലനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആയിരുന്നെങ്കിൽ ഇതിലെ കൂടെ ഉള്ള കറണ്ട് 0 ആയിരുന്നു. പക്ഷേ ഇത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണോ? അല്ല. ഇവിടെ നമ്മൾ 10/6ഉം ഇവിടെ 10/5 റേഷ്യോ കിട്ടുന്നത്. അപ്പൊ ഇതെന്തല്ല? ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഓരോ ലൂപ്പ് കൺസിഡർ ചെയ്ത് നമുക്ക് ഇക്വേഷൻ എഴുതിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഏത് ലൂപ്പ് എടുക്കാം? BADB എടുക്കാം. ഞാൻ BADB എടുക്കുന്നെങ്കിൽ അവിടെ എനിക്ക് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? 100 into i1
ബി എ ഡി ബി. അപ്പൊ 100 ഇൻറ്റു I1 ഇങ്ങനെ കൺട്രോൾ നമുക്ക് എടുക്കാം. 100 I1 പ്ലസ് എന്ത് വരും 15 IG. 15 IG ഇവിടെ നിന്നല്ലേ കറണ്ട് വരുന്നു. അപ്പൊ കറണ്ട് ഡയറക്ഷനിൽ എഴുതുന്നു 100 I1 പ്ലസ് 15 IG. ഇവിടെ വരുമ്പോൾ തിരിയും. മൈനസ് ഇവിടെ കറണ്ട് ഇങ്ങനെ ആയിരുന്നു കൊണ്ട് പക്ഷെ തിരിഞ്ഞാ വന്നു. അപ്പൊ 16 I2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടാം. ഇവിടെ വേറെ EMF ഒന്നും ഇല്ലല്ലോ. അപ്പൊ 0 എന്ന് കിട്ടാം. എന്നിട്ട് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 I1 പ്ലസ് 3 IG മൈനസ് 12 I2 ഈക്വൽ ടു 0 എന്ന് കിട്ടാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് ഏതൊക്കെയാ? BCDB എടുക്കാം. BCDB എടുത്താൽ അവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാടാ? 10 ഇൻറ്റു I1 മൈനസ് IG. 10 ഇൻറ്റു I1 മൈനസ് IG പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു കറണ്ട് വരുന്നത് അല്ലേ? കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞു. അപ്പൊ അവിടെ മൈനസ് ചെയ്യും. മൈനസ് 5 ഇൻറ്റു I2 പ്ലസ് IG. ഓക്കെ അല്ലേ? ഇവിടെയും തിരിഞ്ഞിട്ടല്ലേ? അപ്പൊ മൈനസ് 15 IG ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ 10 I1 മൈനസ് 13 IG മൈനസ് 5 I2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ എനിക്ക് പിന്നെയും സിംപ്ലിഫൈ ചെയ്താൽ 2 I1 മൈനസ് 6 IG മൈനസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് എന്റെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇനി അടുത്ത ലൂപ്പ് ഏതെടുക്കാം? ADCEA. അതായത് ഈ ഒരു ലൂപ്പ് എടുക്കാം. ഇങ്ങനെ പോകുന്ന EMF അടങ്ങി ഈ ഒരു ലൂപ്പ് എടുക്കാം. ഈ ലൂപ്പ് എടുക്കുമ്പോൾ പറഞ്ഞിടാ ADCEA ആണ് E എന്ന് പറയുന്നത്. അതാ എടുക്കുന്നെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞേ. അവിടെ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ADCA എടുത്താ 60 I2 പ്ലസ് 5 ഇൻറ്റു I2 പ്ലസ് IG ഈസിക്കൽ ടു എന്ത് വരും? 10 എന്ന് വരും. ഈസിക്കൽ ടു EMF 10 എന്ന് വരും. അപ്പൊ ഇവിടുന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് എനിക്ക് 60 I2 ഇവിടെ 5 I2 വരും. 65 I2 പ്ലസ് 5 IG ഈസിക്കൽ ടു 10. ഇതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 13 I2 പ്ലസ് IG ഈസിക്കൽ ടു എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇതെന്റെ ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ 3 ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? എനിക്ക് എത്ര ഇക്വേഷൻ കിട്ടിയടാ? 3 ഇക്വേഷൻ കിട്ടി. ഇനി എന്റെ ഈ സെക്കൻഡ് ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ. സെക്കൻഡ് ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ. 10 ഇൻറ്റു സെക്കൻഡ്. അപ്പൊ എന്ത് വരും? 20 I1 മൈനസ് 16 IG മൈനസ് 20 I2. 20 അല്ല 10 I2 ഈസിക്കൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 20 I1 മൈനസ് 16 IG മൈനസ് 10 I2 ഈസിക്കൽ ടു 0 എന്ന് കിട്ടി. ഇത് എന്റെ ഇക്വേഷൻ നമ്പർ 4. ഈ 4ഉം പിന്നെ ഏതാ? നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്തേടാ. 4ഉം ഫസ്റ്റ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടാം? നമുക്കറിയാം ഇവിടെ 20 I1 ഉണ്ട്, ഇവിടെ ഒരു 20 I1 ഉണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ ബാക്കിയുള്ളത് 16 IG ഉണ്ട്, ഇവിടെ 3 IG ഉണ്ട്, മൈനസ് 10 I2 ഉണ്ട്, മൈനസ് 12 I2 ഉണ്ട്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് 4 എടുക്കാം. 1 മൈനസ് 4 എടുത്താൽ 20 I1 എന്ത് ചെയ്യും? രണ്ടിടത്തും ക്യാൻസൽ ആയിപ്പോൾ 3 IG മൈനസ് ഓഫ് മൈനസ് IG എത്ര വരും? 63 IG എന്ന് വരും. മൈനസ് 12 I2 മൈനസ് 10 I2 വരും. അപ്പൊ മൈനസ് 12 I2 പ്ലസ് 10 I2 വരും. അത് എത്ര കിട്ടും? മൈനസ് 2 I2 എന്ന് വരും. ഈസിക്കൽ ടു 0. ഇവിടെ നിന്ന് എനിക്ക് 63 IG ഈസിക്കൽ ടു എന്ത് കിട്ടും? 2 I2 എന്ന് കിട്ടും. 63 IG ഈസിക്കൽ ടു എത്ര കിട്ടൂടാ? 2 I2 എന്ന് കിട്ടും. അല്ലെങ്കിൽ I2 ഈസിക്കൽ ടു എത്ര കിട്ടും? 63/2 അതായത് 31.5 IG എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്റെ ഇക്വേഷൻ നമ്പർ 5. ഇനി ഈ I2ന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? IG-യുടെ വാല്യൂ കിട്ടൂലേ? അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 5 ഇൻ ഇക്വേഷൻ 3. അപ്പൊ എന്ത് കിട്ടും? 13 ഇൻറ്റു 31.5 IG പ്ലസ് IG ഈസിക്കൽ ടു 2 എന്ന് കിട്ടും അല്ലേ? ഇവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടൂടാ? ഇവിടെ നിന്ന് എനിക്ക് 410.5 IG ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇവിടുന്ന് IG ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 410.5 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ചെയ്യുമ്പോൾ 4.87 മില്ലി ആംപിയർ എന്ന് കിട്ടും. IG എത്ര കിട്ടും? 4.87 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ എക്സാമ്പിൾസ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സസൈസിലോട്ട് വരാം. എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3.1. The storage battery of a car has an EMF 12 volt
അതായത് EMF ഓഫ് ബാറ്ററി എത്ര തന്നിട്ടുണ്ട്? 12 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ബാറ്ററി ഈസ് 0.4 ഓം, ഇന്റേണൽ റെസിസ്റ്റൻസ് R എത്ര തന്നിട്ടുണ്ട്? 0.4 ഓം ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി? ആ ഒരു ബാറ്ററിയിൽ നിന്ന് ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മുടെ മാക്സിമം കറണ്ട് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? I അല്ലേ? അത് അപ്പൊ ഓംസ് ലോയിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? E = IR എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് I = മാക്സിമം കറണ്ട് വയ്ക്കണമെങ്കിൽ I = എന്തെടുക്കണം? E/R എടുക്കണം. E/R എടുക്കുമ്പോൾ എത്ര വരും ഇവിടെ? E എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 0.4 എന്ന് വരും. ഇത് എത്ര കിട്ടും? 30 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 30 ആംപിയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.2. ഈ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട്, ഒരു ബാറ്ററി ഉണ്ട്, EMF എത്രയാ? 10 വോൾട്ട് ആണ്. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര മക്കളെ? 3 ഓം ആണ് അല്ലെ? ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ. അതൊരു റെസിസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സർക്യൂട്ട് എന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ റെസിസ്റ്റർ, ഇതുമായിട്ട് ആര് കണക്റ്റഡ് ആണ്? ഒരു ബാറ്ററി, 10 വോൾട്ട് ഉള്ള ബാറ്ററി, പിന്നെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? 0.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ? ഈ ഒരു റെസിസ്റ്ററിന്റെ ഈ ഒരു ആറിന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. പിന്നെന്താ? വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് എത്രയാണ് കണ്ടുപിടിക്കണം. ആ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എടുക്കാം. EMF ഓഫ് ബാറ്ററി എത്രയാണ്? 10 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ മക്കളെ? 3 ഓം ആണ്. കറണ്ട് എത്രയാ മക്കളെ? 0.5 ആംപിയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഓംസ് ലോ പ്രകാരം I = E ഡിവൈഡഡ് ബൈ R പ്ലസ് R എന്ന് എഴുതിക്കൂടെ? ഇവിടുന്ന് R പ്ലസ് R = എന്ത് കിട്ടും? E/I എന്ന് കിട്ടും. E എത്രയാണ്? 10 ഡിവൈഡ് ബൈ I എത്രയാണ്? 0.5. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 20 എന്ന് കിട്ടും. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആ 2 മുഴിച്ചിലും 20 ഓം എന്ന് കിട്ടും. അപ്പൊ R പ്ലസ് R എത്രയാ? 20 ഓം ആണ്. അവിടുന്ന് R = 20 മൈനസ് R എന്ന് വരും. 20 മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ? 3 ആണ്. = എത്ര കിട്ടും? 17 ഓം എന്ന് കിട്ടും. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ എത്ര കിട്ടിയടാ? 17 ഓം എന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ഏതാ റെസിസ്റ്ററിലുള്ള ടെർമിനൽ വോൾട്ടേജ്. ഓംസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? V = IR ആണ് അല്ലെ? V = IR. ഇവിടെ I എത്ര കിട്ടി? 0.5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. R വാല്യൂ എത്ര കിട്ടി? 17 കിട്ടി. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് V = എത്ര വരും? 0.5 × 17 = 8.5 വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 8.5 വോൾട്ട്. അപ്പൊ ടെർമിനൽ വോൾട്ടേജും ആയി, റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്ററും ആയി. ക്ലിയർ അല്ലേ? ഓക്കെ.